കേരളം ഇന്ത്യയിലെ ആദ്യ 100% സാക്ഷരത കൈവരിച്ച സംസ്ഥാനമായി. നിങ്ങൾക്കറിയാമോ, കേരളത്തിൽ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ ആരംഭിച്ചത് ഒരു ഇറ്റാലിയൻ മിഷണറിയാണെന്നു. ജാതിയും മതവും നോക്കാതെ എല്ലാവർക്കും പഠനാവകാശം നൽകുന്ന ഒരു വിപ്ലവം. തൊട്ടുകൂടായ്മ തള്ളിക്കളയാനും എല്ലാവരെയും വിദ്യാഭ്യാസത്തിലേക്ക് നയിക്കാനും ആഹ്വാനം ചെയ്ത ഒരു പ്രഖ്യാപനം. യൂറോപ്പിലെ സഭാവിദ്യാഭ്യാസ സംവിധാനം, പള്ളികളോട് ചേർന്നുള്ള വിദ്യാഭ്യാസം കണ്ടുവളർന്ന ആ മഹാനായ ഇറ്റാലിയൻ മിഷണറി കേരളത്തിലെ ഭ്രാന്തമായ ജാതി വ്യവസ്ഥയും വിദ്യാഭ്യാസത്തിലെ അഭാവവും കണ്ടപ്പോൾ തൻ്റെ അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന അധികാരത്തിൽ നിന്ന് 1856 ഇന്ത്യയിൽ ആദ്യമായി ഒരു അതുല്യമായ പാസ്റ്ററൽ ഉത്തരവ് പുറപ്പെടുവിച്ചു. ഇന്ത്യ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സാമൂഹിക വിപ്ലവത്തിനു തുടക്കമായി. പള്ളിക്കൊപ്പം പള്ളിക്കൂടം. ആ മഹാനായ മിഷണറി അന്ന് വെറാപ്പോളിയുടെ വികാരി അപ്പോസ്തോലിക്കായിരുന്ന ആർച്ച് ബിഷപ്പ് ബെർണഡിൻ ബെച്ചിനെല്ലി. പള്ളിക്കൊപ്പം പള്ളിക്കൂടം, ഓരോ പള്ളിയുടെയും കൂടെ ഒരു സ്കൂൾ, കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ചരിത്രത്തിലെ ഒരു മൈൽ സ്റ്റോണായി മാറി. ജാതി, മതം, വർഗം നോക്കാതെ എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭ്യമാക്കുന്ന ഈ പരിഷ്കാരം പിന്നീട് തെറ്റായി മറ്റൊരു വിശുദ്ധൻ്റെ പേരിൽ അടയാളപ്പെടുത്തിയെങ്കിലും ബെച്ചിനെല്ലിയുടെ സംഭാവന മറച്ചുവെക്കാനാകില്ല. ബച്ചിനെല്ലി ഈ ദൗത്യം ആരംഭിച്ചെങ്കിലും അനേകം പുരോഹിതരും വിശ്വാസികളും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചു. പിന്നീട് വന്ന എല്ലാ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികളെയും അനേകം മിഷണറിമാരും മറ്റു സമൂഹങ്ങളിലെ വ്യക്തികളും വരും കാലങ്ങളിൽ കേരളത്തെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രകാശത്തിലേക്ക് നയിച്ചു. പിടിയേരി പ്രസ്ഥാനം, കേരളത്തിലെ ആദ്യ മിഷൻ ആശുപത്രി, പള്ളിക്കൊപ്പം പള്ളിക്കൂടം, ആർച്ച് ബിഷപ്പ് ബെർണഡിൻ ബച്ചിനെല്ലിയുടെ സംഭാവനകൾ അനന്തം. നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ മറ്റേതെങ്കിലും സംഭാവനകൾ അറിയാമോ? അഭിപ്രായം രേഖപ്പെടുത്തൂ.